പ്രണയവും പ്രണയപരാജയവും സാധാരണയാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി കേൾക്കുന്ന വാർത്തകളിലൊന്നാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നത്. രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലാവുകയും മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം പല കാരണങ്ങൾ കൊണ്ടും ഒന്നിച്ചു പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ വേർപിരിയുകയും ചെയ്യുന്നു. എന്നാൽ പ്രണയത്തിലാകുന്ന സമയം യുവതിയും യുവാവും പൂർണ്ണ സമ്മതത്തോടെ ബന്ധപ്പെടുകയും പിന്നീട് അത് പീഡനമായി മാറ്റുകയും ചെയ്യുന്ന പ്രവണത ഇപ്പോൾ കൂടി വരികയാണ്. ഇപ്പോഴിതാ ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയുമായി എത്തിയ യുവതിയുടെ കേസ് തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥനായ യുവാവിനെതിരെ യുവതി നൽകിയ പീഡന പരാതിയാണ് ഒഡീഷ ഹൈക്കോടതി തള്ളിയത്. 9 വർഷത്തോളം ഇരുവരും പ്രണയത്തിലായിരുന്നു. ഈ ബന്ധം വിവാഹത്തിൽ കലാശിക്കാതിരുന്നത് വ്യക്തിപരമായ കാരണങ്ങളാകാമെന്നും എന്നാൽ കുറ്റകൃത്യമായി കാണാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നിയമം എല്ലാം തകർന്നുപോയ വാഗ്ദാനങ്ങൾക്ക് മേൽ സംരക്ഷണമോ തകർന്നുപോയ ബന്ധങ്ങൾക്ക് മേൽ ക്രിമിനൽ കുറ്റമോ ചുമത്തുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. പരാതിക്കാരിയും യുവാവും 2012 മുതൽ പ്രണയത്തിലായിരുന്നു. ഇക്കാലയളവിൽ ഇരുവരും പ്രായപൂർത്തിയായവരും സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രാപ്തരായവരും സ്വന്തം ഭാവിയെ രൂപപ്പെടുത്തിയെടുക്കാൻ കെൽപ്പുള്ളവരുമായിരുന്നു. ആ ബന്ധം വിവാഹത്തിലേക്ക് എത്താതിരുന്നതിനു പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങളായിരിക്കാം. എന്നാൽ പ്രണയം ഇല്ലാതായത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കാനാകില്ലെന്നും ജസ്റ്റിസ് സഞ്ജീവ് പാനിഗ്രഹി പറഞ്ഞു. 2012 ഇരുവരും പ്രണയത്തിലാകുന്നത്. ഇതിനുശേഷം 2021 യുവതി കോടതിയിൽ യുവാവിനെതിരെ പീഡന പരാതി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. യുവാവ് തനിക്ക് ഗർഭനിരോധന ഗുളികകൾ നൽകിയിരുന്നതായും പരാതിക്കാരി ആരോപിച്ചു. 2023 യുവതി സംബൽപൂരിലെ കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു. താൻ പോലീസ് ഉദ്യോഗസ്ഥനായ യുവാവ് വിവാഹം ചെയ്ത യഥാർത്ഥ ഭാര്യയാണെന്നും യുവാവ് മറ്റ് സ്ത്രീയെ വിവാഹം ചെയ്യുന്നതിനെതിരെ ഉത്തരവുണ്ടാകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പരാതി. സംബൽപൂരിലെ സമലേശ്വരി ക്ഷേത്രത്തിൽ വെച്ചാണ് തങ്ങൾ വിവാഹിതരായതെന്നും പരാതിക്കാരി കോടതിയെ ബോധിപ്പിച്ചിരുന്നു. ഫെമിനിസ്റ്റ് ആശയപ്രകാരം തങ്ങളുടെ ബന്ധങ്ങളിലും ശരീരത്തിലും ലൈംഗിക താൽപര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള പരമാധികാരം സ്ത്രീകൾക്ക് മാത്രമാണുള്ളത്. പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീ ലൈംഗികത പുരുഷ പ്രതിബദ്ധതയുമായി ബന്ധപ്പെട്ടതായിരിക്കണമെന്ന ധാരണയെ ശക്തിപ്പെടുത്തുന്നു. എന്നാൽ സ്ത്രീയും പുരുഷനും നിയമത്തിന്റെ പരിരക്ഷയോടെ തങ്ങളുടെ ഭാവി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്നതാണ് നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ വിവാഹമെന്നും കോടതി വ്യക്തമാക്കി.